നമസ്കാരം. എല്ലാവർക്കും HSA ഷുവർ ഷോർട്ട് സീരീസിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം നമ്മളോട് എന്താ പറയുന്നത്? ലപ് ഡപ് എന്നാണ്. അതായത് ലിവ് യുവർ ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ്. ഒരു ഹൃദയമിടിപ്പിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ് ആണ്. ഈ 0.8 സെക്കൻഡ്സിൽ നമ്മുടെ ഹൃദയം ലിവ് യുവർ ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ് നമ്മളോട് പറയുമ്പോൾ ഈ കുഞ്ഞൻ അവയവം പറയുന്ന കാര്യം നമ്മൾ കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. മാറലിന് പുറകിലായി ശ്വാസകോശത്തിന് ഇടയിലായി അല്പം ഇടത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു 1/4 കിലോ ഒക്കെ ഭാരം വരുന്ന ഒരു കുഞ്ഞൻ അവയവമാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ ആളില്ലെങ്കിൽ പണി കിട്ടും അല്ലെ. ഇത്രയും ഒരു കുഞ്ഞൻ അവയവം നമ്മളോട് ഇത്രയും വൈബ്രന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മളും വൈബ്രന്റ് ആയി, വളരെ കൺസിസ്റ്റന്റ് ആയി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം അല്ലെ. HSA ഷുവർ ഷോർട്ട് സീരീസിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കോംബ് ജെല്ലീസ് എന്നറിയപ്പെടുന്ന ജീവികൾ ഉൾപ്പെടുന്ന ഫൈലം ഏതാണ്? മൊളസ്ക, പ്ലാറ്റിഹെൽമിന്തസ്, സ്റ്റീനോഫോറ, പോറിഫറ. എല്ലാവർക്കും അറിയാം കോംബ് ജെല്ലീസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വരുന്നത് അനിമൽ ഡൈവേഴ്സിറ്റി ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. കോംബ് ജെല്ലീസ് എന്ന് പറഞ്ഞാൽ സീ വാൽനട്ട് എന്നുകൂടി അറിയപ്പെടുന്ന ടീനോഫോറയാണ്. അതായത് കോംബ് ജെല്ലീസ് എന്ന് വിളിക്കാനുള്ള കാരണം അവരുടെ ശരീരത്തിൽ 8 റോസ് ഓഫ് സിലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട്. 8 റോസ് ഓഫ് സിലിയേറ്റഡ് കോംപ്ലേറ്റ്സ് കാണുന്നതുകൊണ്ടാണ് അവരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. കോംബ് ജെല്ലീസ് കടലിൽ കാണുന്ന അല്ലെങ്കിൽ സമുദ്രജലത്തിൽ കാണുന്നതാണ് കോംബ് ജെല്ലീസ്. ഇവരെ സീ വാൽനട്ട് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ സീ വാൽനട്ട് എന്ന് വിളിക്കുന്നത്? കടലിൽ മാത്രമാണ് കാണുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ കടലിൽ മാത്രം കാണുന്നു. അത് മാത്രമല്ല ഹാർഡ് ആയിട്ടുള്ള ഔട്ടർ കവറിംഗും ഉണ്ട്. അപ്പൊ ഹാർഡ് ആയിട്ടുള്ള ഔട്ടർ കവറിംഗ് ഉള്ളത് കൊണ്ടാണ് ഇവരെ സീ വാൽനട്ട് എന്ന് വിളിക്കുന്നത്, കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. ടീനോഫോറ, ടീനോപ്ലാന, പ്ലൂറോബ്രാക്കിയ എന്നിവ ഉദാഹരണമായി വരുന്ന ടീനോഫോറയാണ് കോംബ് ജെല്ലീസ് വിഭാഗത്തിൽ പെടുന്നത്. മൊളസ്ക പേര് പോലെ തന്നെയാണ്. എല്ലാം മൊളസ്ക എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള അനിമൽസ്, വളരെ 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 സോഫ്റ്റ് ആയിട്ടുള്ള പിളിപിളാന്നിരിക്കുന്ന ആൾക്കാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒച്ചൊക്കെ വരുന്ന കാറ്റഗറി. ഒരു ഷെല്ലൊക്കെ ഉണ്ടെങ്കിലും ഒച്ച്, കണവ, കൂന്തല്, നീരാളി ഒക്കെ ഉൾപ്പെടുന്ന മൊളസ്ക അല്ലെ. ഇവർക്കൊക്കെ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഓർത്തു വെക്കാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്ന നീരാളി, ഉള്ളിൽ ഷെല്ല് കാണുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയുന്ന ആൾക്കാര്, അങ്ങനെ കുറെ പ്രത്യേകതകളുള്ള ഒരു ഫൈലമാണ് ഫൈലം മൊളസ്ക എന്ന് പറയുന്നത്. ടീനോഫോറയുടെ കാര്യം ഞാനിപ്പോ പറയണ്ടേ. പ്ലാറ്റിഹെൽമിന്തസോ നമ്മുടെ ഇല പോലെ മുകൾവശവും താഴ്വശവും ഒക്കെ വളരെ പരന്നിരിക്കുന്ന പരന്ന വിരകൾ പ്ലാറ്റിഹെൽമിന്തസ്. പോറിഫറ നിറച്ചും പോഴ്സ് ഉള്ള ആൾക്കാരാണ് പോറിഫറ അല്ലെ. നിറച്ചും പോഴ്സ് ഉള്ള വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ നീർച്ചാൽ വ്യവസ്ഥയുള്ള പോറിഫറ. അങ്ങനെ ഓരോ ഫൈലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ പഠിക്കണം. ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോംബ് ജെല്ലീസ് എന്നറിയപ്പെടുന്ന ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ടീനോഫോറ. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. എന്നോടൊപ്പം തന്നെ ഉത്തരം പറയുക. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ ഉത്തരം ഇടാതെ അടുത്ത സ്ലൈഡിൽ ഉത്തരം ഇടുന്നത് കേട്ടോ. അപ്പൊ എന്നോടൊപ്പം തന്നെ ഉത്തരം പറഞ്ഞു പോവാ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ടീനോഫോറ. അടുത്ത ചോദ്യം, സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ബ്രേ ആണ്. ജോൺ ബ്രേ ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. വിറ്റാക്കറിനെ പിന്നെ പറയണ്ടല്ലോ. വിറ്റാക്കറിനെ എല്ലാവർക്കും അറിയാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് നമ്മുടെ വിറ്റാക്കർ ആണ്, റോബർട്ട് എച്ച് വിറ്റാക്കർ. അത് പറയുമ്പോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറയുമ്പോ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പോകുമ്പോ അതിനകത്ത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോൾ ലിനേയസ്, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ഏണസ്റ്റ് ഹെക്കൽ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് കോപ്ലാൻഡ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് റോബർട്ട് എച്ച് വിറ്റാക്കർ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് കോൾവൂസ്. ഇവരെല്ലാരെയും ഒന്ന് ഓർത്തുകൊള്ളുക കേട്ടോ. അതുപോലെ അരിസ്റ്റോട്ടിലിനെ അറിയാത്ത ആൾക്കാരില്ല. ബെയ്റ്റ്സൺ ആണ് ജെനറ്റിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജെനറ്റിക്സ് എന്ന പദം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന പദം പറഞ്ഞത് ബെയ്റ്റ്സൺ ആണ്. അപ്പൊ സ്പീഷീസ് എന്ന പദം ആദ്യം ഉപയോഗിച്ച ആരാ? ജോൺ ബ്രേ. ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒന്ന് ഓർത്തോളാം. ഇനിയുണ്ട് കുറെ ആൾക്കാർ നമ്മുടെ ബയോളജിയിൽ ഓർത്തു വെക്കേണ്ട ആൾക്കാർ അല്ലെ. ചാൾസ് ഡാർവിൻ, പരിണാമശാസ്ത്രത്തിന്റെ പിതാവായ ചാൾസ് ഡാർവിനെ ഓർക്കണം. അതുപോലെ ശരീരധർമ്മശാസ്ത്രത്തിന്റെ പിതാവായ വില്യം ഹാർവിയെ ഓർക്കണം. ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ജോൺ ബ്രേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാ? ജോൺ ബ്രേ ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, കോശതലത്തിലുള്ള ജീവികൾ കാണപ്പെടുന്ന ഫൈലം ഏതാണ്? ഈ കോശതലത്തിലുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ ജീവികളെ കോശതലം, കലാതലം, അതുപോലെ അവയവതലം, അവയവ വ്യവസ്ഥാതലം എന്നിങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മള്
കോശതലം, കലാതലം, അവയവതലം, അവയവ്യവസ്ഥാതലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കോഡാണ് 121. 121 അതൊന്ന് ഓർത്തു വെച്ചേക്ക്. എന്തുകൊണ്ടാണ് ഈ 121 ഓർത്തു വെക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മള് പോറിഫറ, ടീനോഫോറ, സിലിൻഡ്രേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡർമേറ്റ, ഹെമികോഡേറ്റ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഫൈലം എന്ന് പറയുന്നത് പോറിഫറയാണ്. പോറിഫറയ്ക്ക് കോശതലമാണ്. പിന്നുള്ള രണ്ട് ഫൈലമുണ്ട്, സിലിൻഡ്രേറ്റയും ടീനോഫോറയും. സിലിൻഡ്രേറ്റയും ടീനോഫോറയും പിന്നുള്ള രണ്ട് ഫൈലത്തിനും കലാതലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവയവതലം വരുന്നത് ഒരേ ഒരു ഫൈലത്തിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 121 ഓർത്തു വെക്കാൻ പറഞ്ഞത്. അവയവ വ്യവസ്ഥാതലം ആർക്ക് വരും? അവയവ വ്യവസ്ഥാതലം ഈ പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞുള്ള ബാക്കി എല്ലാവർക്കും അവയവ വ്യവസ്ഥാതലമാണ്. അപ്പൊ ഒന്നാമത്തെ ഫൈലമായ പോറിഫറയ്ക്ക് കോശതലം, പിന്നത്തെ രണ്ട് ഫൈലത്തിന് കലാതലം, പിന്നത്തെ ഒരു ഫൈലത്തിന് അവയവതലം, ബാക്കിയുള്ളവരെല്ലാം അവയവ വ്യവസ്ഥാതലം. നിങ്ങൾ നോക്കിയേ. അപ്പൊ സിലിൻഡ്രേറ്റ എത്രാമത്തെ ഫൈലമാണ്? പോറിഫറ, സിലിൻഡ്രേറ്റ, ടീനോഫോറ. അപ്പൊ മൂന്നാമത്തെ ഫൈലമാണ്. മൂന്നാമത്തെ ഫൈലം എന്ന് പറയുമ്പോൾ അത് എന്ത് തലമാണ്? കലാതലം. പോറിഫറ കോശതലം. ആർത്രോപോഡ എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞാണ്. കണ്ണടച്ചു പറയാൻ നമുക്ക് അവയവ വ്യവസ്ഥാതലമാണ്. മൊളസ്കയും എന്താണ്? അവയവ വ്യവസ്ഥാതലമാണ്. പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞുള്ള ബാക്കി എല്ലാവരും അവയവ വ്യവസ്ഥാതലമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് ഓർത്തു വെച്ച് കഴിഞ്ഞാല് സമമിതിയും എന്ത് തലത്തിലുള്ള ജീവികളാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഒപ്പം തന്നെ പറയാം. നമ്മുടെ CCE എന്നൊരു വാക്ക് നിങ്ങൾ ഓർത്തോളുക. CCE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന CCE. ഈ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് തന്നു, അസൈൻമെന്റോ സെമിനാറോ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തന്നു. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പങ്ക്ച്വാലിറ്റിക്കുള്ള 2 മാർക്ക് തരും. അതിപ്പോ ഞാൻ മാർക്ക് ഇട്ടാലും ആര് മാർക്ക് ഇട്ടാലും തരും. അങ്ങനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ആര് ഡിവൈഡ് ചെയ്താലും ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് നമ്മുടെ CCE മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ചപ്പാത്തി നിങ്ങളുടെ തന്നിട്ട് നിങ്ങളോട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറയുകയാണ്, കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിന്റെ റേഡിയസിൽ കൂടെ കടന്നു പോകുന്ന ഏത് തലത്തിലും ആ ചപ്പാത്തിയെ നമുക്ക് 2ആയി മുറിക്കാൻ പറ്റും. ആര് മുറിച്ചാലും ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചപ്പാത്തി. ഇതേപോലെ തന്നെയാണ് എന്ത്? റേഡിയൽ സിമെട്രി അല്ലെങ്കിൽ ആരീയ സമമിതി അല്ലെങ്കിൽ വ്യാസാർത്ഥ സമമിതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കുകയാണെങ്കിൽ ആരീയ സമമിതി ആർക്കൊക്കെയാണ്? CCE. നമ്മുടെ CCE മാർക്ക് പോലെ ചപ്പാത്തി മുറിക്കുന്നത് പോലെയാണ് ആരീയ സമമിതി അല്ലെങ്കിൽ വ്യാസാർത്ഥ സമമിതി. സിലിൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡർമേറ്റ അവർക്ക് 3 പേർക്കുമാണ് ആരീയ സമമിതി. ആ സമമിതി എന്ന് പറയുന്ന പോറിഫറയാണ്. ബാക്കി എല്ലാവരും എന്താണ്? മറ്റ് ബൈലാറ്ററൽ സിമെട്രി ആണ് അല്ലെ. ബൈലാറ്ററൽ സിമെട്രി നമ്മൾ 3 സമമിതിയെ കുറിച്ചാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. ആദ്യത്തത് അസമമിതി, പിന്നെ ആരീയ സമമിതി, പിന്നെ ദ്വിപാർശ്വ സമമിതി അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇത് പഠിച്ചോളൂ. അപ്പൊ CCE സിലിൻഡ്രേറ്റ എന്താണ്? C ഉണ്ട്. സിലിൻഡ്രേറ്റ എന്ത് സമമിതിയാണ്? ആരീയ സമമിതി. പോറിഫറ എന്ത് സമമിതി? അസമമിതി. കാരണം ഏറ്റവും സിമ്പിൾ ആണ്. ആർത്രോപോഡ എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി. മൊളസ്ക ബൈലാറ്ററൽ സിമെട്രി. ഒരു കാര്യം കൂടെ ഓർത്തോളാം, എക്കിനോഡർമേറ്റയുടെ പ്രത്യേകത എന്താണ്? എക്കിനോഡർമേറ്റയിലെ മുതിർന്നവരില് ആരീയ സമമിതിയും ലാർവയില് ദ്വിപാർശ്വ സമമിതിയാണ് കാണുന്നത്. അപ്പൊ സമമിതിയൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റും. വളരെ എളുപ്പത്തില് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ അനിമൽ കിങ്ഡം ഞാൻ ഓൾറെഡി പറയണ്ടായി അല്ലെ. അപ്പൊ കോശതലം ഏതാണ് നമ്മൾ പഠിച്ചു. കോശതലം ഏതാണ്? പോറിഫറ. ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉമിനീർ ഗ്രന്ഥി അല്ലാത്തത്? പരോട്ടിഡ്, സബ്ലിംഗ്വൽ, നെഫ്രീഡിയ, സബ്മാക്സിലറി. നമുക്കറിയാം ഉമിനീർ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ സലൈവറി ഗ്ലാൻഡ് പരോട്ടിഡ്, സബ്ലിംഗ്വൽ, അതുപോലെ തന്നെ സബ്മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ എന്ന് പറയും. ഇത് 3 ആണ് ഉമിനീർ ഗ്രന്ഥി. ഇത് 3ന്റെയും കളക്റ്റീവ് ആയിട്ടുള്ള സെക്രീഷനെയാണ്, ശ്രവണത്തിനെയാണ് നമ്മൾ ഉമിനീർ എന്ന് പറയുന്നത്. അപ്പൊ പരോട്ടിഡ്, സബ്ലിംഗ്വൽ, സബ്മാക്സിലറി. പരോട്ടിഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് എന്ത് വരുന്നത്? മംസ് വരുന്നത് അല്ലെ. പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് മംസ് വരുന്നത്. ഈ പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ, സബ്മാക്സിലറി എന്ന് പറയുന്ന 3 ഗ്ലാൻഡിനെയും കളക്റ്റീവ് സെക്രീഷനെയാണ് നമ്മൾ സലൈവ അല്ലെങ്കിൽ ഉമിനീർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉമിനീർ ഗ്രന്ഥിയുടെ അണുബാധ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മംസ് എന്ന് പറയുന്ന രോഗം, അതും കൂടെ മുണ്ടിനീര് എന്ന് പറയുന്ന രോഗവും കൂടെ ഓർത്തോളാം.
ഇനി ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം തന്നെ പറയാം. ഉമിനീർ ഗ്രന്ഥി സ്രവിപ്പിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്ന് പറയുന്നത് സലൈവറി അമിലേസ് അല്ലെങ്കിൽ തയാലിനാണ്. സലൈവറി അമിലേസിന്റെ പ്രത്യേകത എന്താണ്? സലൈവറി അമിലേസ് അല്ലെങ്കിൽ തയാലിന്റെ പ്രത്യേകത, സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഒരു പിടി ചോറ് എടുത്തിട്ട് വായിലിട്ട് കറികളൊന്നും മിക്സ് ചെയ്യാതെ വായിലിട്ട് ചവയ്ക്കുമ്പോൾ നല്ല മധുരം തോന്നുന്നത്. അവിടെ നമ്മുടെ സലൈവറി ഗ്രന്ഥി അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നുണ്ടാവുന്ന സലൈവറി അമിലേസ് എന്ന് പറയുന്ന രാസാഗ്നി നമ്മൾ കഴിച്ച ചോറിലെ അന്നജത്തെ എന്താക്കി മാറ്റി? ഷുഗർ ആക്കി മാറ്റി, മാൾട്ടോസ് ആക്കി മാറ്റി അല്ലെ. അതുകൊണ്ടാണ് മധുരം തോന്നുന്നത് അല്ലെ. താഴെ പറയുന്ന ഉമിനീർ ഗ്രന്ഥി അല്ലാത്ത ഏതാണ്? പരോട്ടിഡ് ആണ്, സബ്ലിംഗ്വൽ ആണ്, സബ്മാക്സിലറി ആണ് അല്ലെ. അതിന്റെ അല്ലാത്തതെന്ന് പറയുന്നത് നമ്മുടെ നെഫ്രീഡി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, പീകോക്ക് വേം എന്നറിയപ്പെടുന്ന എന്താണ്? പീകോക്ക് വേം എന്നറിയുന്നത് സാബല്ലയാണോ, എർണിക്കോളയാണോ, മണ്ണിരയാണോ, കുളയാട്ടയാണോ? നമുക്കറിയാം മണ്ണിരയും കുളയാട്ടയൊക്കെ നമുക്ക് എടുത്തു കളയാം, അതൊന്നും അല്ല നമുക്കറിയാം. സാബല്ലയാണോ എർണിക്കോളയാണോ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എലിമിനേഷൻ ടെക്നിക് വഴി ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ മണ്ണിര അല്ല, കുളയാട്ട അല്ല, പകരം സാബല്ലയോ അർണിക്കോളയോ ആയിരിക്കും. ഏതായിരിക്കും? പഠിച്ചു വെച്ചോളൂ. സാബല്ലയാണ് പീകോക്ക് വേം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മനുഷ്യനിൽ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? മനുഷ്യനിൽ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? പെരിട്ടോണിയം, പെരിക്കാർഡിയം, പ്ലൂറ ഇവയൊന്നുമല്ല. ഇവിടെയും നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന പ്ലൂറയാണ് അല്ലെ. പെരിക്കാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് പെരിക്കാർഡിയം. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇത് മൂന്നും ഓർത്തോണേ. പെരിക്കാർഡിയം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നു, പ്ലൂറ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്നു, മെനിഞ്ചസ് തലച്ചോറിനെ ആവരണം ചെയ്ത് കാണുന്നു. ഈ പ്ലൂറ 2 ലെയർ ഉണ്ട്. ഈ രണ്ടിന്റെ ഇടയിൽ ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്, പ്ലൂറൽ ദ്രവമുണ്ട്. അതിനുണ്ടാവുന്ന അണുബാധയാണ് പ്ലൂറസി എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പരസ്യത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഈ സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശത്തെ സംരക്ഷിക്കേണ്ടേ? വളരെ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ഫ്രണ്ടിലാണ് മാറല്, 2 സൈഡിലാണ് വാരിയല്, ബാക്കിലാണ് നട്ടല്, റെസ്റ്റ് ചെയ്യാനാണെങ്കിൽ പ്രാചീരം അഥവാ ഡയഫ്രം, ഇതിനെ കവർ ചെയ്ത് കാണുന്ന പ്ലൂറ. അങ്ങനെ ശ്വാസകോശത്തെ നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലെ. അപ്പൊ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാ? പ്ലൂറ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പാരമ്പര്യ രോഗം അല്ലാത്തത് ഏത്? വർണ്ണാന്ധത. വർണ്ണാന്ധത എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ്, ഡാൽറ്റനിസം എന്ന് അറിയപ്പെടുന്ന ഇഷിഹാര ടെസ്റ്റിലൂടെ തിരിച്ചറിയുന്ന വർണ്ണാന്ധത ഒരു ജനിതക രോഗമാണ് അല്ലെങ്കിൽ പാരമ്പര്യ രോഗമാണ്. വർണ്ണാന്ധത എന്ന നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ. ചുവപ്പ്, നീല, പച്ച. ഇതിൽ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളായ കോൺകോശങ്ങൾക്കുണ്ടാവുന്ന തകരാറ് മൂലമാണ് വർണ്ണാന്ധത ഉണ്ടാവുന്നത് അല്ലെ. ഡാൽറ്റനിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇഷിഹാര ടെസ്റ്റിലൂടെയാണ് തിരിച്ചറിയപ്പെടുന്നത്. അപ്പൊ ഈ വർണ്ണാന്ധത ഉള്ളവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ആവാൻ പറ്റില്ല, ഡ്രൈവർ ആവാൻ പറ്റില്ല, അതുപോലെ മിലിറ്ററിയിൽ എടുക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പച്ചയും ചുവപ്പും ഒക്കെ സിഗ്നലിൽ വന്നിക്കുമ്പോൾ എല്ലാം ഗ്രേ കളറായിട്ട് തോന്നും. അങ്ങനെ ഒരു അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. അടുത്തത് ഹീമോഫീലിയ. ഹീമോഫീലിയ പാരമ്പര്യ രോഗമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം മാംസ്യങ്ങളുണ്ട്. ആ മാംസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ അവിടെ രക്തം കട്ടപിടിക്കാനുള്ള താമസം അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. രാജകീയ രോഗം, റോയൽ ഡിസീസ് അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്യൂൻ വിക്ടോറിയയുടെ പിൻഗാമികളിലാണ് ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹീമോഫീലിയ എന്ന് പറഞ്ഞ് ഹീമോഫീലിയ രാജകീയ രോഗം എന്ന് പറയുന്നത്. മുറിവിൽ നിന്ന് രക്തം കട്ടപിടിക്കുന്ന വളരെ താമസിച്ചായതുകൊണ്ടാണ് ഇതിനെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് സിക്കിൾ സെൽ അനീമിയ. അതും ഒരു ജനിതക രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ RBC അല്ലെങ്കിൽ അരുണരക്താണുക്കൾക്ക് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ്. അത് അരിവാള് പോലെ വളയും. എന്തുകൊണ്ടാണ് അരിവാള് പോലെ വളയുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിൻ, ആൽഫ ചെയിനും ഉണ്ട്, ബീറ്റാ ചെയിൻ ഉണ്ട്. ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡിന്റെ സീരീസ് ഉണ്ട്. വാലിൻ, ഹിസ്റ്റിഡിൻ, ലൂസിൻ, ത്രയോണിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. അതിൽ ഗ്ലൂട്ടാമിക് ആസിഡ് മാറി വാലിൻ, ഒരൊറ്റ അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരൊറ്റ ബേസിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സിക്കിൾ സെൽ അനീമിയ. ഇത് അരിവാള് പോലെ വളയും. അപ്പൊ എത്ര നോർമൽ ആയിട്ടുള്ള ഷേപ്പിൽ എത്രത്തോളം ഹീമോഗ്ലോബിൻ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും അത്രയും ഹീമോഗ്ലോബിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. പറയുമ്പോ എല്ലാം ദോഷം മാത്രം പറയാൻ പാടില്ലോ, നല്ലതും പറയണമല്ലോ. നല്ലതും പറയണം എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് മലമ്പനി വരാറില്ല സാധാരണ. കാരണം എന്താ?
മലമ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. ഈ പ്ലാസ്മോഡിയത്തിന് ഈ വളഞ്ഞ ഷേപ്പിനകത്ത് കയറിയിരിക്കാൻ പറ്റില്ല. അപ്പൊ സിക്കിൾ സെൽ അനീമിയ ഉള്ളവർക്ക് മലമ്പനി വല്ല ഒരു ഗുണമെങ്കിലും ഉണ്ടല്ലോ, അവിടെ ഇരുന്നോട്ടെ. സീരീസ് ഓർത്ത് വെച്ചോളാം. അമിനോ ആസിഡ് സീരീസ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിനില് വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രയോണിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് മാറി എന്താവും? വാലിനായി മാറും അല്ലെ. പാരമ്പര്യ രോഗമല്ലാത്തത് ട്രൈക്കോമ. സിമ്പിൾ ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് മറ്റേത് മൂന്നും അറിയാം. ട്രൈക്കോമ ഇനി അറിയില്ലെങ്കിലും കുഴപ്പമില്ല. പാരമ്പര്യ രോഗമല്ലാത്തത്, പാരമ്പര്യ രോഗമാണ് വർണ്ണാന്ധത, ഹിമോഫിലിയ, സിക്കിൾസ് അനീമിയ എന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനത്തെ കുറെ ജനിതക രോഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വരും. അപ്പൊ താഴെ പറയുന്നതിൽ പാരമ്പര്യ രോഗമല്ലാത്ത ഏതാ? ട്രൈക്കോമയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പ്രൊജസ്ട്രോൺ എന്നാൽ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ത്രീ ലൈംഗിക ഹോർമോൺ, കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ത്രീ ലൈംഗിക ഹോർമോൺ, വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ലൈംഗിക ഹോർമോൺ, അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ. പ്രൊജസ്ട്രോൺ എന്താണ്? പ്രൊജസ്ട്രോൺ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം എന്ന് പറയുന്നത് ഒരു സൈക്കിളിൽ, ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ അല്ലെങ്കിൽ ആർത്തവ ചക്രത്തില് കൃത്യം നടുക്കത്തെ ദിവസം സംഭവിക്കുന്ന കാര്യമാണ് അണ്ടോത്സർജനം എന്ന് പറയുന്നത്. അണ്ടം പുറത്തു വന്നു കഴിഞ്ഞാൽ അണ്ടം ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ പുടകങ്ങൾ പൊട്ടിയിട്ടാണ് അണ്ടം പുറത്തു വരുന്നത്. ഈ ഗ്രാഫിയൻ പുടകങ്ങൾ പൊട്ടി അവിടെ അവശേഷിക്കുന്നതിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. റെമനൻസ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾസ്, അതിനെയാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. അതായത് ഈ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭം നിലനിർത്താൻ, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായ സ്ത്രീ ലൈംഗിക ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫിയൻ പുടകങ്ങൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം പുറത്തു വരുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നാൽ പ്രഗ്നൻസി ഉണ്ടാവാം. പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് വേണം? പ്രൊജസ്ട്രോൺ വേണം. അതുകൊണ്ടാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഉണ്ടാവുന്ന റെമനൻസ് ആയ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ എന്താ ഉത്തരം? പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ ലൈംഗിക ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മനുഷ്യനിൽ ബീജസംയോഗം നടന്നു കഴിഞ്ഞാൽ അണ്ഡം എത്ര ദിവസത്തിനകം ഗർഭാശയത്തിലേക്ക് മാറ്റപ്പെടും? 6 ദിവസം, 9 ദിവസം, 14 ദിവസം, 7 ദിവസം. ഇതിനകത്ത് ഓപ്ഷനിൽ നമുക്ക് പറയാവുന്ന ഉത്തരം 7 ദിവസം എന്നാണ്. അതായത് പുംബീജം, അതായത് സ്പേം എന്ന് പറയുന്ന പുംബീജവും അണ്ഡം, ഓം എന്ന് പറയുന്ന അണ്ഡവും തമ്മിൽ സംയോജിക്കുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ബീജസംയോഗം. ബീജസംയോഗത്തിന് ശേഷം ഒറ്റ കോശമായ സിക്താണ്ഡം ഉണ്ടാവും അല്ലെ. സിക്താണ്ഡത്തിൽ നിന്ന് ക്ലീവേജ് അല്ലെങ്കിൽ ഡിവിഷൻ വിഭജനം നടന്ന് മോറുല, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല ഒക്കെ ആയി മാറും. അപ്പൊ ഈ അണ്ഡാശയം എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്നുണ്ടാവുന്ന അണ്ഡം അതിന് സഞ്ചരിക്കാൻ കഴിവില്ല അല്ലെ. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാര് ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലുകള് അതിന്റെ അറ്റത്തുള്ള വിരല് പോലത്തെ ഫിംബ്രി അതിനെ കളക്ട് ചെയ്ത് ആംബുലയിൽ എത്തിക്കും, അണ്ടവാഹിനി കുഴലില്. അപ്പോ നമ്മുടെ പുംബീജവും അണ്ടവാഹിനി കുഴലിൽ ആംബുലയിൽ എത്തുമ്പോഴാണ് ബീജസംയോഗം നടക്കുന്നത്. ആംബുലയിൽ വെച്ച് നടക്കുന്ന ബീജസംയോഗം അതിനുശേഷം അത് എവിടെ എത്തണം? അത് ഗർഭാശയത്തിൽ എത്തണം. ഗർഭാശയത്തിൽ എത്തുന്നത് ഏകദേശം 7 ദിവസം വെച്ചിട്ടാണ് കേട്ടോ. ഏകദേശം 7 ദിവസത്തിനുള്ളിലാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഡയസ്റ്റോളിക് രക്തമർദ്ദം എത്രയാണ്? 60 millimeters ഓഫ് മെർക്കുറി, 80 millimeters ഓഫ് മെർക്കുറി, 90 millimeters ഓഫ് മെർക്കുറി, 120 millimeters ഓഫ് മെർക്കുറി. അപ്പൊ ഇവിടെ രക്തം നമ്മുടെ രക്തക്കുഴലിൽ കൂടെ ഒഴുകുന്ന സമയത്ത് രക്തക്കുഴലിൽ ഉണ്ടാക്കുന്ന മർദ്ദത്തിനെയാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പൈപ്പിൽ ഒരു ഓസ് ഫിറ്റ് ചെയ്തു. ഓസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിലയുള്ളൊന്നുമില്ല, വളരെ വില കുറഞ്ഞ നന്നല്ലാത്തൊരു ഓസാണ്. കുറച്ച് നല്ല ഫോഴ്സിൽ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓസ് പൊട്ടിക്കുന്നിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? ആ വെള്ളം ആ ഓസിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രക്തക്കുഴലിൽ കൂടെ ഒഴുകുമ്പോൾ ഒരു മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴൊക്കെയാണ് രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത്? നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോഴും ഉണ്ടാവും, വികസിക്കുമ്പോഴും. സങ്കോചിക്കുന്ന സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ സങ്കോചത്തെ പറയുന്നത് സിസ്റ്റോൾ എന്നാണ്. അപ്പൊ സങ്കോചം സിസ്റ്റോൾ, വികാസം ഡയസ്റ്റോൾ. അപ്പൊ സങ്കോച സമയത്തുണ്ടാവുന്ന മർദ്ദത്തിനെ സങ്കോചമർദ്ദം അല്ലെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ എന്നും വികാസ സമയത്തുണ്ടാവുന്നതിനെ ഡയസ്റ്റോളിക് മർദ്ദം അല്ലെങ്കിൽ വികാസമർദ്ദം എന്നും പറയാറുണ്ട്. അപ്പൊ ഇതില് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം എത്രയാണെന്ന് ചോദിക്കുന്നത്. 80 millimeters ഓഫ് മെർക്കുറി ആണ് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം. അപ്പൊ നമ്മുടെ സിസ്റ്റോളിക് രക്തസമ്മർദ്ദം 120 millimeters ഓഫ് മെർക്കുറി. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഇവിടെ എത്രയാണ് ഉത്തരം? 80 millimeters ഓഫ് മെർക്കുറി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യ ബീജത്തിന്റെ മൈറ്റോകോൺഡ്രിയൻ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? മനുഷ്യ ബീജം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തലയുണ്ട് അല്ലെ. മനുഷ്യ ബീജത്തിന് ഒരു തലയുണ്ട്.
ആ തലയെന്ന് പറയുന്നതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു മർമ്മം കാണപ്പെടുന്നുണ്ട്. മർമ്മത്തിന് മുകളിലായിട്ട് ഒരു തൊപ്പി പോലത്തെ അക്രോസോം കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഒരു ചെറിയ നെക്ക് പോർഷൻ കഴിഞ്ഞാല് നമുക്ക് കാണുന്നത് മധ്യഭാഗമാണ്, അതായത് മിഡിൽ പീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ മിഡിൽ പീസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് മൈറ്റോകോൺട്രിയ കൊണ്ടാണ്. ഇതാണ് നമ്മുടെ സ്പേമിന്റെ ഒരു ഘടന. ഇതിനെയാണ് നമ്മൾ മിഡിൽ പീസ് എന്ന് പറയുന്നത്. മിഡിൽ പീസ് ഉണ്ടാക്കിയിരിക്കുന്ന മൈറ്റോകോൺട്രിയ കൊണ്ടാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോശത്തിന്റെ ഊർജ്ജ നിലയാണല്ലേ ATP അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നമ്മുടെ യൂണിവേഴ്സൽ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്ന ATPക്കകത്താണ് നമ്മുടെ എനർജി സൂക്ഷിച്ചിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം. ഈ മൈറ്റോകോൺട്രിയ ആണ് എനർജി അല്ലെങ്കിൽ ഊർജ്ജം കൊടുക്കുന്നത്. എന്തിനാണ് ഊർജ്ജം? ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ടത് എന്തിനാണ്? ചലിക്കാനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ടത്. സ്പേം എന്ന് പറയുന്ന ഹൈലി മോട്ടൈൽ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എത്തേണ്ടടുത്ത് എത്തുള്ളൂ അല്ലെ. 200 മുതൽ 300 മില്യൺ വരെ സ്പേംസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്പേമിനെ നമുക്ക് ആവശ്യമുള്ളൂ. ആ ആള് എത്തേണ്ട സ്ഥലത്ത് എത്തിയാലേ പറ്റുള്ളൂ. അതിന് എന്ത് വേണം? ഊർജ്ജം വേണം. ആ ഊർജ്ജം ആരാ കൊടുക്കുന്നത്? മൈറ്റോകോൺട്രിയ. എവിടെയാണ് ആ ഊർജ്ജം കൊടുക്കുന്ന മൈറ്റോകോൺട്രിയ ഇരിക്കുന്നത്? അതിരിക്കുന്ന മധ്യഭാഗത്താണ്, മിഡിൽ പീസിലാണ് അല്ലെ. ഇതാണ് ആ മധ്യഭാഗം. ഇതാണ് ആ പ്രധാനപ്പെട്ട ആള്. അത് മാത്രം മതിയോ? പോരാ. നമ്മുടെ വാലും വേണം. വാലുണ്ടെങ്കിൽ അതിന്റെ ലാഷിംഗ് മൂവ്മെന്റ് കൊണ്ടാണ് അത് പോകുന്നത്. അത് മാത്രം മതിയോ? പോരാ. മർമ്മം വേണം. മർമ്മം എന്ന് പറയുന്നത് എന്തിനാ? മർമ്മമായിട്ടാണ് നമ്മുടെ അണ്ടത്തിന്റെ മർമ്മം യോജിക്കുന്നത്. ഈ മർമ്മം പുറത്തു വരണമെങ്കിൽ ആര് വേണം? അക്രോസോം വേണം. അക്രോസോമില് മെംബ്രെയിനേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം അഥവാ രാസാഗ്നി ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് മർമ്മം. എല്ലാരും വേണം, എല്ലാവരും ഉണ്ട്. അപ്പൊ തലഭാഗം, ഒരു ചെറിയ നെക്ക്, ഒരു മിഡിൽ പീസ്, ഒരു ടെയില്. മധ്യഭാഗത്താണ് നമ്മുടെ മൈറ്റോകോൺട്രിയ ഇരിക്കുന്നത്. എന്തിനാണെന്ന് ക്ലിയർ ആയില്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കോളം 1 കോളം 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായ ഉത്തരം എഴുതുക. നമ്മുടെ ശരിയായ ഉത്തരം എഴുതാം. ഇതിപ്പോ നമുക്ക് എല്ലാരെയും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നിശാന്തത ഉണ്ടാക്കുന്നു. ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കും, പ്രൊലോങ്ഡ് ആയിട്ട് വൈറ്റമിൻ എ ഇല്ലാതിരുന്ന എന്തുണ്ടാവും? സിറോഫ്താൽമിയ ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ ബി ആണ്. ബിയുടെ ഡെഫിഷ്യൻസി ബെറിബറി ഉണ്ടാക്കും. തൈമിൻ എന്ന് പറയുന്നത് B1 ആണ്, അതും നമുക്കറിയാം. അതുപോലെ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്, സ്കർവി ഉണ്ടാക്കും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മിക്കവാറും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. അപ്പൊ തൈമിൻ എന്ന് പറയുന്നത് ബെറിബറി ആണ്, അതുപോലെ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് സ്കർവി ആണ്. A3D1 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. A3D1 എവിടെ ഓപ്ഷൻ ഉള്ളത്? A3D1 എന്നൊരു ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. A3, B4, C2. ഇനി നമുക്ക് അത് തന്നെയാണോ നോക്കാം. B4 നിയാസിൻ. നിയാസിൻ എന്ന് പറയുന്നത് പെല്ലാഗ്ര ഉണ്ടാക്കും. പെല്ലാഗ്ര പറയുമ്പോൾ 3D ഓർക്കുക. 3D എന്തൊക്കെയാണ്? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ. അവസാനം അത് നന്നായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെത്തിലോട്ട് പോകും. 3D ആണ് നിയാസിൻ, പെല്ലാഗ്ര എന്ന് പറയുന്നത്. ഡിമെൻഷ്യ, ഡയേറിയ, ഡെർമറ്റൈറ്റിസ്. അത് ഓർത്തോളൂ കേട്ടോ. ഇനി ആരാ ബാക്കിയുള്ള? ടോക്കോഫെറോൾ വന്ധ്യത ഉണ്ടാക്കുന്നു. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ബ്യൂട്ടി വൈറ്റമിൻ ആണ്. നമ്മുടെ എല്ലാ സൗന്ദര്യ സംരക്ഷണ ക്രീമുകളിലും ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ ഇ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ അല്ലേ, വൈറ്റമിൻ ഇ പൊട്ടിച്ച് പച്ച കളർ ഒരു സാധനം അതിനെ പൊട്ടിച്ച് നമ്മൾ മുഖത്ത് വെച്ച് എല്ലാ പാടും മാറുന്നാ പറയണം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇവിടെ എന്താ? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലെ. DNA-യിൽ തുല്യ എണ്ണം ഡാഷും ഉണ്ടായിരിക്കും. DNA-യിൽ തുല്യ എണ്ണം ഡാഷും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് DNA-യിൽ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അപ്പൊ അഡിനിൻ എപ്പോഴും ചേരുന്ന തൈമിന്റെ കൂടെയും സൈറ്റോസിൻ എപ്പോഴും ചേരുന്ന ഗ്വാനിന്റെ കൂടെയാണ്. അങ്ങനെ ഓർത്തു വെച്ചേക്കാം. അഡിനിൻ തൈമിൻ ബോണ്ട് അവിടെ ഉണ്ടാവുന്ന ബന്ധനം എന്ന് പറയുന്നത് ദ്വിബന്ധനം അഥവാ ഡബിൾ ബോണ്ടും ഗ്വാനിൻ സൈറ്റോസിൻ എന്ന് പറയുന്ന ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ടുമാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എഡ്വിൻ ചർഗാഫ്. അങ്ങനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. എഡ്വിൻ ചർഗാഫിന്റെ ചർഗാസ് റൂൾ, അദ്ദേഹത്തിന്റെ ചർഗാസ് റൂൾ അറിയാമെങ്കിൽ DNA-യിൽ തുല്യ എണ്ണം ഗ്വാനിൻ സൈറ്റോസിൻ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ്. അഡിനിൻ തൈമിൻ തുല്യ എണ്ണം ആയിരിക്കും, ഗ്വാനിൻ സൈറ്റോസിൻ തുല്യ എണ്ണം ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ ചർഗാസ് റൂള് നോക്കിക്കോളുക, ഫോളോ ചെയ്യുക. അപ്പൊ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ തെന്നിമാറുന്ന സന്ധി കാണുന്ന ഭാഗം കൈമുട്ട്, മണിബന്ധം, കഴുത്ത്, അരക്കെട്ട്. ഈ സന്ധികൾ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈനോവിയൽ ജോയിന്റ്സ് അല്ലെങ്കിൽ സൈനോവിയൽ സന്ധികൾ. സൈനോവിയൽ സന്ധിയിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് തെന്നിമാറുന്ന സന്ധി. അതുപോലെ മറ്റൊന്നാണ് ഗോളര സന്ധി. ഗോളര സന്ധി എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെ. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലൊരു ബൊമ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൈനെ പേർത്തെടുക്കും, കാലിനെ പേർത്തെടുക്കും, നമ്മൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യും.
ഒരു ഭാഗത്ത് ഒരു ഉണ്ട ഭാഗവും മറ്റേ ഭാഗത്ത് ഒരു കുഴിയായിരിക്കും. അപ്പൊ ഒരു ഭാഗത്ത് ബോൾ പോലത്തെ ഭാഗവും മറ്റേ ഭാഗത്ത് കുഴിയായിരിക്കും. ബോൾ ഓഫ് വൺ ബോൺ ഫിറ്റ്സ് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ അതർ ബോൺ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്, ഗോളര സന്ധി. അത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ? നമ്മുടെ കൈ ഫിറ്റ് ചെയ്യുന്നിടത്തും കാല് ഫിറ്റ് ചെയ്യുന്നിടത്തും അല്ലെ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഡോളിനെ ഓർക്കുക. ഇനിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി എന്ന് പറഞ്ഞാൽ വാതിലിന്റെ വിജാഗിരി പോലെ തന്നെ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നതാണ് വിജാഗിരി സന്ധി. പിന്നെ മുത്തുകോർക്കുന്നത് പോലുള്ള പിവറ്റ് ജോയിന്റ്, അത് കഴുത്തിലാണ് കാണപ്പെടുന്നത്. ഈ പറഞ്ഞ തെന്നി നീങ്ങുന്ന സന്ധി കാണുന്ന എവിടെയാണ്? മണിബന്ധത്തിലാണ് കാണുന്നത്. അതായത് നമ്മുടെ കയ്യ് നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്ത് മണിബന്ധം, അവിടെയാണ് കാണപ്പെടുന്നത് തെന്നി മാറുന്ന സന്ധി. അതുപോലെ തന്നെ നമ്മുടെ കാല് നമ്മുടെ ആംഗിളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത്, ആംഗിൾ എന്ന് പറഞ്ഞാൽ പാദസരമൊക്കെ ഇടുന്ന ഭാഗത്ത് അല്ലെ, ആംഗിളായിട്ട് ഇടുന്ന ഭാഗത്ത്, അവിടെയും കാണപ്പെടുന്നത് തെന്നി മാറുന്ന സന്ധിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലയൻഫെൽറ്റേഴ്സ് അവസ്ഥയുള്ള ആണിന്റെ ക്രോമസോമിന്റെ രീതി എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ 3 രോഗങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം. ഒന്ന് ഡൗൺസ്. ഡൗൺസ് എന്ന് പറഞ്ഞാൽ 47 ക്രോമസോമാണ്. 47 ക്രോമസോം എന്ന് പറഞ്ഞാൽ 21 ട്രൈസോമിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ 23 ജോഡി ക്രോമസോമുകളാണുള്ളത് അല്ലെ, 23 ജോഡി ക്രോമസോമുകൾ. അതില് 21ാമത്തെ എന്ന് പറയുന്നത് 2 എണ്ണത്തിന് പകരം 3 എണ്ണം വന്നാൽ എന്തായി? ഡൗൺ സിൻഡ്രോം ആയി അല്ലെ. ഡൗൺ സിൻഡ്രോം ആയി. ലാങ്ഡൺ ഡൗൺ ആണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് അത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോ 21ാമത്തതാണ് ട്രൈസോമി. നമുക്ക് 46 ക്രോമസോം ഉള്ളിടത്ത് ഒന്നുകൂടെ അധികം വന്ന് എന്തായി? 47 ക്രോമസോമായി. ആ 47 ക്രോമസോമുള്ള കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. അവിടെ 21ലാണ് വരുന്നത് കേട്ടോ. 21 വരിക പറയുമ്പോൾ 45 ക്രോമസോമായി. അവസാനത്തെ XX ആവാം, XY ആവാം അല്ലെ. XX ഇതാണ് നമ്മുടെ എന്ത് കണ്ടീഷൻ? ഡൗൺസിന്റെ കണ്ടീഷൻ. XX ആവാം, XY ആവാം, എന്തായാലും XY ആവാം. കാരണം ഡൗൺസ് ഉള്ളത് ആൺകുട്ടികളും ആവാം പെൺകുട്ടികളും ആവാം. ഈ ക്ലയൻഫെൽറ്റേഴ്സും ഇതുപോലെ തന്നെ 47 ക്രോമസോം ആണ്. ഡൗൺ സിൻഡ്രോമിൽ 47 ക്രോമസോം ആണെങ്കിൽ ക്ലയൻഫെൽറ്റേഴ്സിൽ 47 ക്രോമസോം ആയിരിക്കും. പക്ഷേ ഡൗൺ സിൻഡ്രോമത്തിൽ 21ാമത്തെ ക്രോമസോം ആണ് 2 എണ്ണത്തിന് പകരം 3 എണ്ണം വരുന്നതെങ്കിൽ ക്ലയൻഫെൽറ്റേഴ്സില് സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകൾ ആണ് 3 എണ്ണം വരുന്നത്. XX വന്നാൽ സ്ത്രീയും XY വന്നാൽ പുരുഷനുമാണെന്ന് നമുക്കറിയാം. ഇവിടെ വരുന്നത് XXY കണ്ടീഷൻ ആണ്. അതായത് അവര് സ്റ്റെറൈൽ ആയിരിക്കും. അവർക്ക് അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും ക്ലയൻഫെൽറ്റേഴ്സ്. ക്ലയൻഫെൽറ്റർ കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിനെ ക്ലയൻഫെൽറ്റേഴ്സ് എന്ന് പേര് വന്നത്. ഡൗൺസിൽ 47 ആണ്, ക്ലയൻഫെൽറ്റേഴ്സിൽ 47 ആണ്. പക്ഷെ ഡൗൺസിലുള്ളത് സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ബോഡി ക്രോമസോംസ് അല്ലെങ്കിൽ ഓട്ടോസോംസ് ആണ് എണ്ണത്തിൽ കൂടുതൽ. പക്ഷെ ക്ലയൻഫെൽറ്റേഴ്സില് സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകളാണ് എണ്ണത്തിൽ കൂടുതൽ. ഇവിടെ എന്താ ഉത്തരം? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഒന്നുകൂടെ ഉണ്ട് ടർണേഴ്സ്. ടർണേഴ്സ് എന്ന് പറയുന്നത് 44X0 ആണ്. അവിടെ ഒന്ന് കുറവാണ്. 44 ഒന്ന് 45 ഉള്ളൂ. 46 പകരം 45 ഉള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതിനെ നമ്മൾ ടർണേഴ്സ് എന്ന് പറയും. ഇവിടെ ഉത്തരം എന്താ? 44 + XXY. ഇവിടെ 2Xന് പകരം അല്ലെങ്കിൽ XYക്ക് പകരം XXY കണ്ടീഷൻ ആണ്. പുരുഷന്മാരായിരിക്കും, സ്ത്രീകളുടെ സ്വഭാവങ്ങളായിരിക്കും കാണിക്കുന്നത്. 47 ക്രോമസോം ഉള്ള ക്ലയൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ന്യൂക്ലിയോസൈഡുകൾ എന്നാൽ എന്താണ്? ഒരു DNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ DNAയില് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്. ന്യൂക്ലിയോടൈഡുകൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഈ ന്യൂക്ലിയോസൈഡ് എന്താണ്? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസും പഞ്ചസാരയും അടങ്ങിയതാണ് ന്യൂക്ലിയോസൈഡ്. നൈട്രജൻ ബേസും പഞ്ചസാരയും അടങ്ങിയത് ന്യൂക്ലിയോസൈഡ്, അതിന്റെ കൂടെ ഫോസ്ഫേറ്റ് ചേർന്നാൽ ന്യൂക്ലിയോടൈഡ്. ഇപ്പൊ ഒരു DNAയിലെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. പഞ്ചസാര DNAയിൽ ഏതാണ്? ഡിയോക്സിറൈബോസ് ആണ് DNAയിൽ കാണുന്ന പഞ്ചസാര. അപ്പൊ ഡിയോക്സിറൈബോസും നൈട്രജൻ ബേസുകളും അടങ്ങിയതാണ് ന്യൂക്ലിയോസൈഡ്. നൈട്രജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ആണ് ന്യൂക്ലിയോസൈഡ്. അതിന്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ വന്നാൽ അത് എന്തായി? ന്യൂക്ലിയോടൈഡ് ആയി. ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ലിംഗനിർണയ ക്രോമസോമുകൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലിംഗനിർണയ ക്രോമസോമുകളാണ് സെക്സ് ക്രോമസോമുകൾ. സെക്സ് ക്രോമസോമുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അലോസോമുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ജോഡിയാണ് ലിംഗനിർണയ ക്രോമസോമുകൾ മനുഷ്യരിൽ കാണുന്നത്. അത് സ്ത്രീകളിലാണെങ്കിൽ XXും പുരുഷന്മാരിലാണ് XYയും ആണ് കാണപ്പെടുന്നത്. അപ്പൊ ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയുന്നത് അലോസോമുകളാണ് അറിയപ്പെടുന്നത്. ഓട്ടോസോമുകൾ എന്ന് പറയുന്നത് സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ബോഡി ക്രോമസോമുകളാണ് ഓട്ടോസോമുകൾ. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ.
സെൽ തിയറിയുടെ ഉപജ്ഞാതാക്കൾ താഴെ പറയുന്നവയിൽ ആരാണ്? സട്ടണും ബൊവേറിയും, ശ്രീഡനും ഷ്വാനും, വാട്സണും ക്രിക്കും, ഡാർവിനും ഖല്ലാസും. വളരെ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് കോശ സിദ്ധാന്തം. കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാ സസ്യങ്ങളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്, എല്ലാ ജന്തുക്കളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയും എല്ലാ ജീവനുള്ളവയുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. ആരാണ് പറഞ്ഞത്? ശ്ലീഡനും ഷ്വാനും. ഷ്വാൻ പറഞ്ഞു, സ്വാൻ എന്നൊക്കെ ഓർക്കുക, അതായത് അര എണ്ണം. അപ്പൊ ജന്തു. അപ്പൊ ഷ്വാൻ ആണ് പറഞ്ഞത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ശ്ലീഡൻ പറഞ്ഞു സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ ശ്ലീഡനും ഷ്വാനും. ഇതിനെ മോഡിഫൈഡ് വേർഷൻ ആണ് റുഡോൾഫ് വിർഷോ പറഞ്ഞത് കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെൽസ് അറൈസ് ഓൺലി ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. റുഡോൾഫ് വിർഷോ. അപ്പൊ ശ്ലീഡൻ, ഷ്വാൻ, റുഡോൾഫ് വിർഷോ. സെൽ തിയറിയുടെ ഉപജ്ഞാതാക്കൾ ആരാണ്? ശ്ലീഡനും ഷ്വാനും. ഇവിടെ നമ്മൾ കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹൂക്ക്, അതുപോലെ ജീവനുള്ള കോശം കണ്ടുപിടിച്ച ആന്റൺ വൺ ലിവൻഹൂക്ക്, ഇവരെയൊക്കെ ഓർക്കണം. നമ്മുടെ റോബർട്ട് ഹൂക്കിന്റെ പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. ഓർത്തു വെക്കുക കേട്ടോ. സെൽ തിയറിയുടെ ഉപജ്ഞാതാക്കൾ ശ്ലീഡനും ഷ്വാനും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 19ാമത്തെ ചോദ്യം. മനുഷ്യനിലെ വാരിയെല്ലുകളുടെ എണ്ണം ഡാഷ് ആകുന്നു. 10 ജോഡി, 11 ജോഡി, 12 ജോഡി, 14 ജോഡി. മനുഷ്യനിലെ വാരിയെല്ലുകളുടെ എണ്ണം 12 ജോഡിയാണ് അല്ലെ. നമുക്കറിയാം നടുക്ക് ഒരു മാറല്ലുണ്ട്. ആ മാറല്ലുമായിട്ട് ഡാഗർ ഷേപ്പ്, കടാരയുടെ ആകൃതിയിൽ കാണുന്ന മാറല്ല്. ആ മാറല്ലില് 1 മുതൽ 7 വരെയുള്ള വാരിയെല്ലുകൾ നേരിട്ടാണ് കണക്ഷൻ. അവരെയാണ് നമ്മൾ യഥാർത്ഥ വാരിയെല്ലുകൾ എന്ന് പറയുന്നത്, ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. അടുത്തത് 8, 9, 10 യഥാർത്ഥ വാരിയെല്ലിൽ കൂടെയാണ് കണക്ഷൻ. അതിനെയാണ് അയഥാർത്ഥ വാരിയെല്ലുകൾ അല്ലെങ്കിൽ ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. അടുത്തത് 11ഉം 12ഉം അറ്റാച്ച് ചെയ്തിട്ടേ ഇല്ല, അവരെ നമ്മൾ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും. അങ്ങനെ 12 ജോഡി, 24 എണ്ണമാണ് വാരിയെല്ലുകളുടെ എണ്ണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ വയ്യ. അതായത് C7, T12, C7, T12, L5, S1, C1 ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക. നമ്മുടെ നട്ടലിലെ എല്ലുകളുടെ എണ്ണമാണ്. സർവൈക്കൽ, തൊറാസിക്, ലംബാർ, സേക്രൽ, കോഡൽ. സർവൈക്കൽ കഴുത്തിന്റെ ഭാഗത്ത്, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് 7 വാരിയെല്ലുകളാണ്. 7 കശേരുക്കളാണുള്ളത്. ഔരസാശയം തൊറാസിക് റീജിയനിൽ 12 എണ്ണമാണ്. ലംബാർ റീജിയനിൽ 5 എണ്ണം. സേക്രൽ റീജിയനിൽ 5 എണ്ണമായിരുന്നു, അത് കൂടിച്ചേർന്ന് 1 മാറിയിട്ടുണ്ട്. കോഡൽ റീജിയനിൽ വാലിന്റെ ഭാഗത്ത് 4 എണ്ണമായിരുന്നു, അത് കൂടിച്ചേർന്ന് 1 ആയിട്ടുണ്ട്. അങ്ങനെ വാരിയെല്ലുകൾ 12 ജോഡിയാണെങ്കിൽ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 26 ആണ്. 33 എണ്ണം ഉണ്ടായിരുന്നു, 26 ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫോർമുല ഓർത്തോളൂ. ഇത് വെർട്ടിബ്രൽ ഫോർമുലയാണ്, ഇത് ഓർത്തു വെക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും നമുക്ക്, അതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യനിലെ വാരിയെല്ലുകളുടെ എണ്ണം 12 ജോഡി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ ലക്ഷ്യവും നമ്മുടെ HSA നാച്ചുറൽ സയൻസ് നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും. ബാലികാറാമലയൊന്നും അല്ല. വളരെ പെട്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഷോർട്ട് സീരീസ് ഒക്കെ കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നതോടൊപ്പം നിങ്ങളും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.